എല്ലാവർക്കും നമസ്കാരം. നമ്മൾ 2 വീക്സ് മുന്നേ ഇവിടെ കോക്ടെയിൽസിന് ഹാൻഡ് ഫീഡ് ചെയ്യിക്കണ വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അവരെ സെൽഫ് ഫീറ്റിംഗ് ആക്കിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഒരു 5 ദിവസമായിട്ട് ഇവരെ വലിയ കൂട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ സെൽഫ് ഫീറ്റിംഗ് ആയി. ഒരു 1 വീക്ക് മുന്നും ഒരു നേരം ഹാൻഡ് ഫീഡ് ചെയ്യുന്നുണ്ടായിരുന്നു. വീടിൻ്റെ ഉള്ളിൽ തന്നെ കൂട് വെച്ചിട്ട് ഒരു നേരം ഹാൻഡ് ഫീഡ് ചെയ്ത് ബാക്കിയുള്ള സമയം ഈ ചെറുപയർ കടലയൊക്കെ കൊടുക്കായിരുന്നു. ഇപ്പോൾ അവർ ചെറുപയർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെയും അത് നന്നായി കഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ സാധാരണയുള്ള വലിയ കൂട്ടിലേക്ക് ആക്കിയതിന് ശേഷം ഇപ്പോൾ ഹാൻഡ് ഫീഡ് ചെയ്യണില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ ചെറുപയർ കൊടുക്കുന്നത്, എങ്ങനെയാണ് ആ കിളികളത് കഴിക്കണം, അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണേ. പിന്നെ നിങ്ങളുടെ ആരെങ്കിലും ഫ്രണ്ട്സോ റിലേറ്റീവ്സോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ബേർഡ്സിനെയൊക്കെ വളർത്തുന്നുണ്ട്, അവർക്ക് ആർക്കെങ്കിലും യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതിപ്പോൾ നമ്മൾ രാവിലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള ചെറുപയറാണ്. ഉച്ചയ്ക്കാണ് കേട്ടോ ഇവർക്ക് ഇത് കൊടുക്കുന്നത്. രാവിലെ തന്നെ ഈ ബേർഡ്സിന് നമ്മൾ തന്നെയാണ് കൊടുക്കുന്നത്. രാവിലെ അവരത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കഴിച്ചോളും. പിന്നെ ഒരു ഉച്ചയൊക്കെ ആവാറാകുമ്പോഴാണ് ഈ ചെറുപയർ കൊടുക്കുന്നത്. കടലേനെക്കാട്ടിലും കൂടുതൽ ഇവർ ചെറുപയറാണ് കേട്ടോ കഴിക്കുന്നത്. ഇവർ ചെറിയ ബേർഡ്സ് ആണല്ലോ, കുഞ്ഞുങ്ങളാണല്ലോ. കാണുമ്പോൾ നമുക്ക് വലുതായിട്ട് തോന്നുന്നുണ്ടെങ്കിലും പ്രായമായിട്ടില്ല. സെൽഫ് ഫീറ്റിങ് ജസ്റ്റ് ആയി തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ അത്രയും നല്ല രീതിയിൽ കടലൊന്നും കഴിക്കാനായിട്ട് ഇവർ പ്രാക്ടീസ് ആവണുള്ളൂ. ഇപ്പോൾ അതേ ചെറുപയർ നല്ല രീതിയിൽ തന്നെ കഴിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ വിരിഞ്ഞിട്ടുള്ളത് 4 കുഞ്ഞുങ്ങളിൽ 2 എണ്ണം പേളും 1 ലുട്ടിനോ 1 യെല്ലോ പൈഡ് അങ്ങനെയായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇതേ പേൾ ഒരെണ്ണം ഇരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ലുട്ടിനോയും ഉണ്ട്. ബാക്കി 2 എണ്ണം ആ പെർജിമ കയറി ഇരിക്കുകയാണ് കേട്ടോ. ഇവിടെ മുകളിലുണ്ട്, ഈ വീഡിയോയിൽ കാണാൻ പറ്റണില്ല. ഇവിടെ നേരെ മുകളിലായിട്ട് ഇരിക്കുന്നുണ്ട്. നല്ല രീതിയിൽ ഒരു സ്പീഡിൽ കഴിക്കണ ആ ഒരു പരുവത്തിക്ക് ആയിട്ടില്ല കേട്ടോ ഇപ്പോൾ ഇവർ. ഇനിയിപ്പോൾ ഒരു 4 മണിയൊക്കെ വൈകിട്ട് 4 മണിയൊക്കെ ആകുമ്പോൾ ഈ ചെറുപയറിൻ്റെ ഈ പാത്രം മാറ്റിയിട്ട് വീണ്ടും അതിൽ തന്നെ വെച്ച് ഫില്ല് ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ വീട്ടിൽ ഈ കോക്ടെയിൽസിനെ ആദ്യമായിട്ടാണ് കേട്ടോ ഹാൻഡ് ഫീഡ് ചെയ്യേണ്ടി വരുന്നത്. എപ്പോഴും അത് ഈ പാരൻസ് തന്നെ കോക്ടെയിൽസിനൊക്കെ വളർത്താറുണ്ട് കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം ഈ കിളികളുടെ പാരൻസ് വീണ്ടും മുട്ടയിടാൻ കയറിയപ്പോഴാണ് ഇവർക്ക് തീറ്റ കുറഞ്ഞിട്ട് നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് എടുത്ത് വെച്ചിട്ട് ഹാൻഡ് ഫീഡ് ചെയ്തത് കേട്ടോ. അല്ലെങ്കിൽ സാധാരണ സെനഗൽ പാരറ്റിനെയും ഗ്രേ പാരറ്റ്, ഗ്രീൻ ചിക്കുനൂറൊക്കെയാണ് നമ്മൾ സാധാരണ ഇത്രയും നാളായിട്ട് ഹാൻഡ് ഫീഡ് ചെയ്യുന്നുണ്ടായിരുന്നത്. ഇതിപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഈ കോക്ടെയിൽസിനെ ഹാൻഡ് ഫീഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവർ ഓൾമോസ്റ്റ് ശരിക്കും സെൽഫ് ഫീറ്റിംഗ് തന്നെയായി. ഇപ്പോൾ വീടിൻ്റെ ഉള്ളിലേക്ക് ഒട്ടും ഇടണില്ല കേട്ടോ. ഇവർ ഇതിൽ തന്നെയാണ് ഇരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ ഇനി ബാക്കിയുള്ള കോക്ടെയിൽസാണ് ഈ കാണുന്നത് കേട്ടോ. ഇതൊക്കെ ഇത്തിരി വലുതായത് തന്നെയാണ് കേട്ടോ. ഇതിൽ കുഞ്ഞുങ്ങളൊന്നുമില്ല, പാരൻറ്റ് ബേർഡ്സ് ഒക്കെ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ നേരെ മുകളിലുള്ള കൂട്ടിലാണ് ഇപ്പോൾ കണ്ടിട്ടുള്ള കുഞ്ഞിക്കിളികൾ ഇട്ടിട്ടുള്ളത്. ഇതെല്ലാം കുറച്ച് നാളുകളായിട്ട് നമ്മുടെ വീട്ടിലുള്ള കോക്ടെയിൽസാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ഓക്കെ, ബൈ.